ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് റവ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. രാവിലെ വളരെ തിരക്ക് പിടിച്ചിരിക്കുന്ന അവസരങ്ങളിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. ഇത് കഴിക്കാനായിട്ട് യാതൊരു കറിയുടെ ആവശ്യമില്ല, അങ്ങനെ തന്നെ കഴിക്കാൻ അടിപൊളി രുചിയാണ്. നമ്മുടെ വീടുകളിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട്. അപ്പം നമുക്കെങ്ങനെയാണ് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റവ കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ നിങ്ങൾക്ക് ഇതിനായിട്ട് എടുക്കാവുന്നതാണ്. ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഒരു പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസസ് ആയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒത്തിരി വലിയ ഉരുളക്കിഴങ്ങൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ പകുതി മതിയാകും. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. തേങ്ങാപ്പാൽ അധികം കട്ടിയുടെ തേങ്ങാപ്പാലൊന്നും വേണ്ട, 2ാം പാലിൻ്റെ കട്ടിയിലുള്ള തേങ്ങാപ്പാൽ മതി. അത് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി ഇത് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന റവയിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറുമാണ്. മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ചില്ലി ഫ്ലേക്സ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടിയില്ലാത്ത 2ാം പാലിൻ്റെ ആ ഒരു തിക്നെസ്സിലുള്ള തേങ്ങാപ്പാൽ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാലിന് പകരം വേണമെങ്കിൽ വെള്ളവും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ തേങ്ങാപ്പാൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, അങ്ങനെയാകുമ്പോൾ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ബേക്കിംഗ് സോഡ തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ലെങ്കിലും നമ്മളിതിലോട്ട് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങൊക്കെ ചേർക്കുന്നത് കാരണം നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും അപ്പത്തിന്. എന്നാൽ ഒന്നുകൂടി ഒന്ന് എക്സ്ട്രാ സോഫ്റ്റ്നെസ് ആവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അപ്പം ചുട്ടു തുടങ്ങാം. ഞാനിവിടെ ഉണ്ണിയപ്പ ചട്ടിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. അതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി ഓയിലോ നെയ്യോ ഒന്നും ആവശ്യമില്ല, വളരെ കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിലോട്ട് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് വേണ്ടത്. ഒരു പോറിങ് കൺസിസ്റ്റൻസിൽ വേണം ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറായി കിട്ടുന്നതായിരിക്കും. വെറും 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരു സൈഡ് നല്ലതുപോലെ തന്നെ കുക്കായി കിട്ടും. അതിനുശേഷം ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തുകൊണ്ട് ഒരു 30 സെക്കൻഡ് നേരത്തേക്ക് മാത്രം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണിത്. അങ്ങനെ ഇതാ നമ്മുടെ പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു പലഹാരമാണിത്. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കുക്ക് ചെയ്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടുകയും ചെയ്യും. ഉരുളക്കിഴങ്ങ് നേരത്തെ ഒന്ന് പുഴുങ്ങി വെച്ചാൽ മാത്രം മതി. ഇപ്പോൾ രാവിലെയാണ് ഇത് തയ്യാറാക്കുന്നതെങ്കിൽ ഉരുളക്കിഴങ്ങ് തലേന്ന് രാത്രി ഒന്ന് പുഴുങ്ങി വെച്ചാൽ മതി. രാവിലെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. യാതൊരു കറിയും ആവശ്യമില്ല, അങ്ങനെ തന്നെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞ പുതുവത്സരാശംസകൾ. വി വിഷ് യു എ ഹാപ്പി ന്യൂ ഇയർ.